E20 പെട്രോളിനെ ചൊല്ലി ഭൂട്ടാനിലെ ഒരു മാധ്യമ പ്രവർത്തകനും ഇന്ത്യയും തമ്മിൽ തർക്കം നടക്കുന്നു. ഇന്ത്യ E20 പെട്രോൾ ഭൂട്ടാനിലേക്ക് കയറ്റുമതി ചെയ്യാൻ ശ്രമിച്ചെന്ന മാധ്യമ വാർത്തയാണ് ഇപ്പോൾ തർക്കം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് കയറ്റുമതി വാഗ്ദാനം നൽകിയതെന്നാണ് ഭൂട്ടാന്റെ വാദം. എന്നാൽ ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിട്ടില്ലെന്നാണ് ഇന്ത്യൻ പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിലപാട്. ഇന്ത്യയുടെ ഔദ്യോഗിക നിഷേധത്തിന് പിന്നാലെ തന്റെ റിപ്പോർട്ടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭൂട്ടാൻ സർക്കാരിന്റെ രേഖകൾ പുറത്തുവിട്ടിരിക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ടെൻസിംഗ് ലാംസാങ്. ഇന്ത്യയിൽ നിന്ന് E20 പെട്രോൾ ഇറക്കുമതി ചെയ്യുന്നില്ലെന്ന് വ്യക്തമാക്കുന്ന ഭൂട്ടാൻ ട്രേഡ് ഡിപ്പാർട്ട്മെന്റിന്റെ രേഖാമൂലമുള്ള മറുപടി ലാംസാങ് എക്സിൽ പങ്കുവച്ചു. ഇന്ധനത്തിന് ഹൈഗ്രോസ്കോപ്പിക് സ്വഭാവമുണ്ടെന്നാണ് അവരുടെ കണ്ടെത്തൽ. അതായത് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ നിന്ന് ജലതന്മാത്രകളെ ആകർഷിക്കാനും ആഗിരണം ചെയ്യാനുമുള്ള ശേഷി E20ക്കുണ്ട്. അതുകൊണ്ട് വെള്ളം കലരാനുള്ള സാധ്യത കൂടുതലാണെന്നും അത് ഇന്ധനത്തിന്റെ ഗുണനിലവാരത്തെ ദോഷകരമായി ബാധിക്കുമെന്നുമാണ് വകുപ്പ് അവരുടെ മറുപടിയിൽ പറയുന്നത്. നിലവിലുള്ള ഭൂഗർഭ സംഭരണ ടാങ്കുകൾ എഥനോൾ മിശ്രിത ഇന്ധനം കൈകാര്യം ചെയ്യാൻ അനുയോജ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ഭൂട്ടാൻ പരമ്പരാഗത പെട്രോൾ നൽകുന്നത് തുടരാനാണ് ഇന്ത്യൻ ഇന്ധന വിതരണക്കാരോട് ആവശ്യപ്പെട്ടതെന്നും ഭൂട്ടാൻ സർക്കാരിന്റെ കത്തുകളെ ഉദ്ധരിച്ച് പത്രവാർത്തയിൽ പറയുന്നു. എന്നാൽ ഇന്ത്യയുടെ E20 ഇന്ധനം കയറ്റുമതി ചെയ്യാനുള്ള നിർദ്ദേശം ഭൂട്ടാൻ നിരസിച്ചെന്ന വാർത്തകൾ തെറ്റാണെന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിലെ ഓയിൽ കമ്പനികൾ അത്തരം വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ നൽകിയിട്ടില്ലെന്നും ഭൂട്ടാനിലേക്ക് E20 പെട്രോൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള യാതൊരു നിർദ്ദേശവും ഇതുവരെ ഔദ്യോഗികമായി രൂപീകരിച്ചിട്ടില്ലെന്നുമാണ് മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നത്. ഇന്ത്യയുടെ E20 എഥനോൾ മിശ്രിത പദ്ധതി സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പെട്രോളിയം മന്ത്രാലയവും ഭൂട്ടാൻ മാധ്യമവും തമ്മിലുള്ള വാക്പോര് പുതിയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്.